ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോകുന്നേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ഇനി എൻ്റെ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം കേട്ടോ. എനിക്ക് ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഞാൻ റെഡി ആവുന്നത്. അപ്പോൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഐസ് ക്യൂബിലാണ്. അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബ് എടുക്കട്ടെ. അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. സാധാരണ ഐസ് ട്രേയിൽ വയ്ക്കുന്ന ഐസ് ക്യൂബ് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് ഐസ് ക്യൂബ് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഐസ് ക്യൂബ് തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കും, മുഖവും കഴുത്തും. നമ്മൾ ഏത് ഡ്രസ്സ് ഇടുന്നു എന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ കവർ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ണിൽ ആ ഒരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ മാറാനായിട്ട് കണ്ണൊക്കെ നന്നായിട്ടൊന്ന് നല്ല കൂളിങ് കൊടുക്കുക, കണ്ണിൻ്റെ താഴെയൊക്കെ ഐസ് വെച്ചിട്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആകുമ്പോൾ കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ലാസ്റ്റ്. എൻ്റെ ചെയ്യുന്ന കാര്യം മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പിൻ്റെ എല്ലാ സ്റ്റേജുകളും ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളെ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയ ആ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തപ്പോഴാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് തീരാറായിട്ടോ. നെക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. ഐസ് ക്യൂബ് തീർന്നു. ഇനി ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടയ്ക്കാതെ ഒന്ന് ഒപ്പിയെടുക്കുക എന്ന് പറയില്ലേ, വെള്ളം മുഴുവൻ നമ്മൾ തുടച്ച് കളയുന്നില്ല, ഒന്ന് ഒപ്പിയെടുത്തു. അപ്പോൾ എനിക്ക് മിറർ ഈ സൈഡിലാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മിററിലേക്ക് നോക്കേണ്ടി വരും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിറാണ്. ഏത് സിറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സിറത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനെല്ലാം കൈ ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഒരു 10 സെക്കൻഡ് ടൈം കൊടുക്കുക, ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട്. അപ്പോൾ സിറം ഒന്ന് അബ്സോർബായി വരട്ടെ. അപ്പോൾ സിറം അബ്സോർബായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് മോയ്സ്ചറൈസർ എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ എഴുതി തന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. മോയ്സ്ചറൈസറൊക്കെ ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ യൂസ് ചെയ്യാറുള്ളൂ. ഇത്രയും മതി. ഇനി മോയ്സ്ചറൈസർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അബ്സോർബ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കോമ്പാക്ട് പൗഡറും കൂടി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നോസ് കട്ട് ചെയ്യാനായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നോസൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഞാനിതൊന്നും ചെയ്യാറില്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഒരു മേക്കപ്പിൻ്റെ ബേസ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇത്രയൊക്കെ മതി. വലിയ കാര്യമായിട്ട് ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത പോലെ തോന്നണ്ട. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. എനിക്ക് പൗഡർ അലർജി ആയതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യാത്തത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേ ക്രീം. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡേ ക്രീമും ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ വേഗം അബ്സോർബ് ആവുന്ന ക്രീമുകളാണ്. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിലി അല്ല. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്രീമൊക്കെ ഒന്ന് അബ്സോർബ് ആവട്ടെ. ഒന്ന് വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്യാം. ഒന്ന് അബ്സോർബ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെയർ, എൻ്റെ ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ ക്രീം ഒന്ന് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ ക്രീമൊക്കെ ഒന്ന് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സൺസ്ക്രീൻ എടുക്കാം.
സൺസ്ക്രീനും ഇത്ര എടുക്കുന്നുള്ളൂ. സൺസ്ക്രീൻ ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ മുഖത്തിന് ഇന്ന് ഭയങ്കര ഫിനിഷിംഗ് ഒന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് അലർജി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ അത്ര സുഖമില്ല ഇന്ന്. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഡെയിലി ഞാൻ ഈ ഒരു സിറവും അതുപോലെ തന്നെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ബാക്കി 2 കാര്യങ്ങൾ മോയ്സ്ചറൈസറും ഡേ ക്രീമും മാത്രം പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. സൺസ്ക്രീൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ വേസ്റ്റ് ആക്കരുതല്ലോ. സൺസ്ക്രീൻ നമുക്ക് എപ്പോഴും ഈ ഒരു ക്ലൈമറ്റിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യും. ബാലൻസ് ഉള്ളത് കേട്ടോ, വേറെ എക്സ്ട്രാ ഒന്നും അപ്ലൈ ചെയ്യില്ല. പക്ഷേ സൺസ്ക്രീൻ ഞാൻ ബോഡി ലോഷനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബോഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലോഷൻ ഞാൻ കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി കാറ്റ് കൊള്ളട്ടെ, ഈ സൺസ്ക്രീനും കൂടെ ഒന്ന് അബ്സോർബ് ആവട്ടെ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുരികത്തിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ പുരികത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുരികം ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് പുരികം സെറ്റ് ചെയ്യാം. പുരികം സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഈ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ എടുക്കുക. ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കും. അത് ഈ പുരികത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒന്ന് വരച്ചു കൊടുക്കും ലൈറ്റായിട്ട്. ഇനി ഡാർക്ക് ഷെയ്ഡ് എടുക്കും. ഈ നടുഭാഗത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് ഡാർക്ക് ഷെയ്ഡും വരച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പുരികം സെറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കും. ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേഗം കഴിയും നമ്മുടെ മുഖത്തിൻ്റെ പരിപാടി. ഞാൻ ചെറുതായിട്ട് വിയർക്കാൻ തുടങ്ങിയിട്ട്, എനിക്കുള്ളൊരു കുഴപ്പമാണിത് വിയർക്കൽ. ഇനി ഞാനൊരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഫങ്ഷനല്ല, ചെറിയ ഫങ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണമൊക്കെ പോലെയുള്ള ഫങ്ഷൻ ആണെങ്കിലല്ലേ നമ്മൾ കാര്യമായിട്ട് ഐ ഷാഡോ ഒക്കെ ഇടുള്ളൂ. അപ്പോൾ ഞാനൊരു ഗോൾഡും ഒരു പിങ്കും ചേർന്ന ഐ ഷാഡോ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു കോപ്പർ ഐ ഷാഡോ, ഒരു കോപ്പർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സാരിയുടെ ബോർഡർ ഗോൾഡാണ്. ഒരുപാട് ഐ ഷാഡോ വേണ്ട. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. മിറർ ഇവിടെ ആയതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഞാൻ നോക്കിയേ, ഒരു കോപ്പർ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, അടുത്തും കൂടി ചെയ്യട്ടെ. അപ്പോൾ 2 കണ്ണും ഐ ഷാഡോ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. ഐലൈനർ നമ്മുടെ സാധാരണ രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഐലൈനർ വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി മിററിൻ്റെ അടുത്തേക്ക് ഇരിക്കണം. അപ്പോൾ ഞാനൊന്ന് മിററിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കട്ടെ. ഐലൈനർ വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനി അതായത് ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് താഴെ ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കും കേട്ടോ. കണ്ടോ, ഒരുപാട് തിക്കായിട്ടല്ല ഒരുപാട് തിന്നായിട്ടല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ എഴുതി കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കാം. താഴെ ഞാൻ മസ്കാര യൂസ് ചെയ്യാറില്ല, മേളിൽ മാത്രം മസ്കാര യൂസ് ചെയ്യാറുള്ളൂ. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലിപ് ബാമാണ്. ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ഞാൻ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്, ഞാനിപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് ഇടുന്നില്ല. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ആദ്യം ലിപ് ബോർഡർ വരച്ചു കൊടുക്കാം.
ബോർഡർ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ് ഫില്ല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ലിപ്പിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒരു പൊട്ട് തൊടണം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫേസ് മേക്കപ്പിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഞാനൊന്ന് സാരിയൊക്കെ കൊടുത്ത് കുങ്കുമമൊക്കെ തൊട്ട് റെഡിയായി വരട്ടെ. അപ്പോൾ ഞാൻ എന്താ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഞാൻ റെഡി ആവാറുള്ളത്. അപ്പോൾ മുടിയൊന്നും അധികം ഭംഗിയിലൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മുടിയൊന്നും അധികം കെട്ടാതിരിക്കുന്നത്. മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുതൊട്ടതുവരെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ സാരി എടുത്തു, സിന്ദൂരം തൊട്ടു, നെറ്റിയിലൊരു കുങ്കുമം തൊട്ടു. ഇത്രയാണ് എൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യല്ലോ. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പൗഡർ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുന്നത്. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ പൗഡറും കൂടെ അപ്ലൈ ചെയ്തിട്ട് പൊട്ട് തൊടുക. ഞാൻ പൗഡർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് എനിക്ക് എപ്പോഴും വീഡിയോയിൽ കമൻറ്റ്സ് വരാറുണ്ട്, വല്ലാതെ ഓയിലി ആയിട്ട് തോന്നുന്നു ഫേസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പൗഡർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ റെഡി ആവൽ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.